എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പരീക്ഷ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായി നടത്താൻ പോവുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അല്ലെ, ഒരുപാട് പേർ യൂണിഫോംഡ് തസ്തികയിലേക്ക് കാത്തിരിക്കുന്ന വലിയൊരു പോസ്റ്റാണ് CPO അല്ലെ. ആ ഒരു യൂണിഫോം ധരിക്കുവാനും ആ ഒരു ജോലിയിലേക്ക് കയറുവാനും അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള പാസിംഗ് ഔട്ട് പരേഡിൽ നമ്മുടെ ഫാമിലി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സെല്യൂട്ട് അടിക്കാനും എല്ലാം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പരീക്ഷ അടുക്കുമ്പോൾ ഇനി അങ്ങോട്ട് 3-4 മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് എങ്ങനെ പഠിക്കണം എന്നുള്ള ടെൻഷനിലായിരിക്കാം നിങ്ങൾ. പക്ഷേ ഈ ഒരു 3-4 മാസങ്ങൾ സിലബസ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആദ്യമായി നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ സിലബസ് ആണ്. സിലബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തീർക്കാവുന്ന കുറച്ച് ടോപ്പിക്കുകൾ, വളരെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള, മാർക്ക് കൂടുതലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി വേണം നിങ്ങൾ ഇനിയുള്ള സമയത്ത് പഠിക്കാൻ. നിങ്ങൾ ആദ്യം മുതൽ ഒരു വർഷം മുമ്പേ പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പറയാം, സിലബസ് മുഴുവനായിട്ട് പഠിക്കണം എന്ന് തന്നെയാണ് പറയാം. പക്ഷേ അവസാനത്തെ 3-4 മാസങ്ങളിൽ എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഇതാണ്. 10 മാർക്ക് മാത്സ് ഉണ്ട്, അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. 10 മാർക്ക് മാത്സ്, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം, 30 മാർക്കായി. 10, 10, 10. 10 മാർക്ക് മാത്സ്, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു 30 മാർക്ക്, അതോടൊപ്പം തന്നെ 10 മാർക്ക് സയൻസിനുണ്ട്. 10 മാർക്ക് സയൻസിനുണ്ട്. അപ്പൊ സയൻസിന്റെ 10 മാർക്ക് കൂടി ചേരുമ്പോൾ അത്രേ 40 മാർക്ക്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടിയിട്ട് 10 മാർക്കാണ്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിലെ 10 മാർക്ക്. കറണ്ട് അഫയേഴ്സിലെ 10 മാർക്ക് കൂടി ചേരുമ്പോൾ അത്രേ 50 മാർക്ക് നമ്മുടെ കയ്യിലായി. 50 മാർക്ക്, 50-ൽ 50 കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ആ സിലബസിൽ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗം എടുത്തു പറയുന്നു. എന്നാൽ നിങ്ങൾക്കത് ഈ വരുന്ന 3-4 മാസം കൊണ്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമായതുകൊണ്ട് എടുത്തു പറയാണ്. ഈ ഒരു 4-5 ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ തന്നെ 50 മാർക്കുകളായി. ഇത് കൂടാതെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന മുഴുവനായൊന്നും ഇപ്പോൾ പഠിക്കാനില്ല. ആ സിലബസിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അത് മാത്രം ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്ക്, ആ 8 മാർക്കിൽ 6-7 മാർക്ക് വരെ സ്കോർ ചെയ്യുക. ഈവൻ 8 മാർക്ക് 8-ൽ 8 പോലും സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും എളുപ്പമുള്ള കാര്യമായിട്ട് വരാറുണ്ട്. അപ്പൊ 58 മാർക്കായില്ലേ. ഒബ്വിയസ്ലി പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു 20 മാർക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിനകത്താണെങ്കിൽ BNS-ഉം BNSS-ഉം BSI-യും, ഭാരതീയ സാക്ഷ്യധിനിയം, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അങ്ങനെ 3 ആക്ടുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പോക്സോ ആക്ട് ഉണ്ട്, NDPS ആക്ട് ഉണ്ട്, IT ആക്ട് ഉണ്ട്, RT ആക്ട് ഉണ്ട്, KP ആക്ട് ഉണ്ട്. ഇത്തരം ആക്ടുകളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴാണ് 20 മാർക്ക് വരുന്നത്. പക്ഷേ ഈ 20 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഇപ്പൊ BNS എടുത്തു കഴിഞ്ഞാൽ BNS ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും PSC മുഴുവനായും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അതിൽ കുറച്ച് ടോപ്പിക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യധിനിയം എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് ഭാഗം മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ആക്ടുകളും അങ്ങനെ തന്നെ. ഈവൻ IT ആക്ട് പോലും വളരെ മിനിമൽ ആയിട്ടുള്ള സെക്ഷൻസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് PSC. അത് പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ നിന്നും വളരെ ലളിതമായ, വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന, ആക്ട് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. പലപ്പോഴും ആക്ട് നോക്കി പഠിക്കാതെ പല പുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അഡ്ഹോക്ക് ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം ഈ 78 മാർക്ക് എന്ന് പറയുന്ന സ്റ്റുഡൻസിന് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ 78 മാർക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിലേക്ക് എത്താം എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. എന്നാൽ ബാക്കിയെല്ലാം ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ 78 മാർക്കിലാണ്. അല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ മറ്റു ടോപ്പിക്കുകളും ഇടയ്ക്ക് റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഓൾറെഡി ആ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്, എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. അത്തരം ഭാഗങ്ങൾ ഇപ്പോൾ കലാ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട്. കലയും സാഹിത്യവും സംസ്കാരവും കായികവും 4 കൂട്ടിയിട്ട് 4 മാർക്കേ ഉള്ളൂ. അപ്പൊ ആ 4 മാർക്കിന് വേണ്ടി ഒരുപാട് പഠിക്കുക എന്ന് പറയുന്നത് CPO സിലബസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിൽ ഞാൻ അത് പഠിക്കണം എന്ന് പറയും. കാരണം എന്താ, അവിടെ 10 മാർക്കുണ്ട്. അപ്പോ നിങ്ങൾ CPO ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 78 മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്ഹോക്ക് ലേണിംഗിനകത്ത് 80 ദിവസത്തെ കോഴ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 80 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഈ 78 മാർക്ക് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ Day 1, Day 2, Day 3 എന്നുള്ള രീതിയിൽ ഫോൾഡർ ആയിട്ട് തിരിച്ച് അതിനകത്ത് റിവിഷൻ ടെസ്റ്റുകൾ ഉൾപ്പെടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
4 ദിവസം പഠിച്ചാൽ 5ാമത്തെ ദിവസം 100 ക്വസ്റ്റ്യൻസ് റിവിഷൻ ടെസ്റ്റ്. ആ രീതിയിലാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ 78 മാർക്ക് ചൂസ് ചെയ്ത് ആ ടോപ്പിക്കുകൾ മാത്രം എടുത്ത് പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അത് പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ തന്നെ മതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. വെറും 799 രൂപ മാത്രമാണ് ഈ ഒരു കോഴ്സിന് വേണ്ടി നമ്മൾ ചാർജ് ചെയ്യുന്നത്. 799 രൂപയ്ക്ക് കംപ്ലീറ്റ് സിലബസ് ആണ്. ഈവൻ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ BNS-ഉം BNSS-ഉം BSIയും എല്ലാം നമ്മൾ ബെയർ ആക്ട് തന്നെ എടുത്ത് പാർലമെന്റ് പാസ്സാക്കിയ ആ ബെയർ ആക്ട് അങ്ങനെ തന്നെ എടുത്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു പുസ്തകം നോക്കി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമേ അല്ല. ആ ബെയർ ആക്ടിൽ പറഞ്ഞ ഓരോ ഈച്ച് ആൻഡ് എവറി വേർഡിൽ എന്താണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് നമ്മൾ ഈ സിലബസ് തീർത്തിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് ഞാൻ ഉൾപ്പെടെയുള്ള വക്കീലന്മാരാണ് നിങ്ങൾക്കായിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളത്. സോ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത വർഷം നിങ്ങൾക്ക് ട്രെയിനിങ് ബാച്ചിൽ കയറാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്തി ട്രെയിനിങ്ങിൽ കയറി ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങി നിങ്ങൾ ആ യൂണിഫോമിൽ വരുന്ന ആ ഒരു മുഹൂർത്തം നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് കൃത്യമായ സമയങ്ങളിൽ രാവിലെ നേരത്തെ എണീറ്റ് ഈ വൈകുന്നേരങ്ങളിൽ കൂടുതൽ സമയം ഉപയോഗിച്ച് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ഫലപ്രദമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങൾ വളരെ 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 പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.